മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മെയ് 10 ഞായർ. റെയിൽവേ സ്റ്റേഷന്റെ പേരിലെ മുഗൾ സഹിക്കാൻ കഴിയാതെ മുഗൾ സരായിയുടെ പേര് മാറ്റിയവരിൽ നിന്ന് മുഗളായ വിഭവങ്ങളുടെ കാര്യത്തിൽ സഹിഷ്ണുത പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്ന ആശങ്ക പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. കബാബില്ലാത്ത യുപിയുടെ ഭക്ഷണ പട്ടിക. ഇന്ത്യയിലെ ഏറ്റവും രുചികരമായ കബാബ് ഏതാണ്? ഉത്തരങ്ങൾ പലതുണ്ടാവാമെങ്കിലും ലക്നൗ നഗരത്തിന്റെ പൗരാണിക ഗലികളിലെ കടകളിൽ വിളമ്പുന്ന മൃദുലമായ ടുണ്ടെ, ഗലൌട്ടി കബാബുകളെ ഒഴിച്ചു നിർത്തി ഒരു പട്ടിക തയ്യാറാക്കുക അസാധ്യം. എന്നാൽ ഉത്തർപ്രദേശ് സർക്കാരിലെ നിലയ വിദ്വാൻമാർക്ക് അത് മാത്രമല്ല, അന്നാട്ടിലെ ഭക്ഷണ വൈവിധ്യങ്ങളെ അപ്പാടെ അവഗണിക്കാനും അദൃശ്യമാക്കാനും ഒരുവിധ പ്രയാസവുമില്ല. ഏറെ കൂട്ടിഘോഷിച്ച് UP സർക്കാർ നടപ്പാക്കുന്ന ഒരു ജില്ല ഒരു വിഭവം പദ്ധതിയിലെ വിഭവങ്ങളുടെ പട്ടിക മുഴുവൻ പരതിയാലും ടുണ്ടെ, ഗലൌട്ടി കബാബുകളോ അവധി മുറാദാബാദി ബിരിയാണികളോ അസംഘട്ടിലെ ഹൻഡി മട്ടനോ രാംപൂരിലെ മട്ടൻ ഖുർമയോ കാണാൻ കഴിയില്ല. സമ്പൂർണ്ണ വെജിറ്റേറിയൻ പട്ടിക. പ്രാദേശിക വിഭവങ്ങൾക്ക് മികച്ച ബ്രാൻഡിംഗും വിപണന സാധ്യതയും ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. 75 ജില്ലകളിലെ 208 വിഭവങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഭക്ഷ്യ എണ്ണ ഉൾപ്പെടെ. എന്നാൽ നമ്മുടെ രാമശ്ശേരി ഇഡലിയും തലശ്ശേരി ബിരിയാണിയും കോഴിക്കോടൻ ഹൽവയും അമ്പലപ്പുഴ പാൽപ്പായസവും പോലെ ലോകമൊട്ടുക്ക് UPയുടെ ബ്രാൻഡ് മൂല്യം ഉയർത്തിയ വിഭവങ്ങളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെട്ടിമാറ്റിയിരിക്കുന്നു. പ്രമുഖ ആഹാര ചരിത്രകാരൻ പുഷ്പേഷ് പാന്ത് ഇതിനെ പാതിവെന്ത വിവേചനപൂർണമായ നടപടി എന്നാണ് വിശേഷിപ്പിച്ചത്. സംഭവം പുറത്തെറിഞ്ഞ് ചർച്ചയായതോടെ ഇത് അന്തിമ പട്ടികയല്ലെന്നും പൊതുജനാഭിപ്രായത്തിന്റെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ മാറ്റം വരുത്താനും കൂട്ടിച്ചേർക്കൽ നടത്താനും സാധിക്കുമെന്ന വിശദീകരണവുമായി ഖാദി ഗ്രാമീണ വ്യവസായ വകുപ്പ് മന്ത്രി രാജേഷ് സച്ചൻ രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തെ പിടിമുറുക്കുന്ന ഹിന്ദുത്വ ഫാസിസത്തിന്റെ യോഗി ആദിത്യനാഥ് നയിക്കുന്ന ഭരണകൂടത്തിന്റെ നാളിതുവരെയുള്ള നയങ്ങളും നിലപാടുകളും നിരീക്ഷിക്കുന്നവർക്ക് ഈ നടപടി അസ്വാഭാവികമോ അസാധാരണമോ ആയി തോന്നാൻ വഴിയില്ല. തൊഴിലാളികളും യോജനങ്ങളും ഉൾപ്പെടെയുള്ള കുറഞ്ഞ വരുമാനക്കാർക്ക് ആശ്രയമായിരുന്ന വഴിയോര ബിരിയാണി കടകൾ തല്ലിപ്പൊളിക്കുന്നതും കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തി അടിച്ചോടിക്കുന്നതും ഉത്തരേന്ത്യയിൽ പലപ്പോഴും വാർത്ത പോലുമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാംസത്തിന്റെയും മാംസാഹാരത്തിന്റെയും വിൽപ്പനയും ഉപയോഗവും ഒരു ഭീകര കുറ്റകൃത്യമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി നാം പ്രബുദ്ധത കൽപ്പിച്ചു നൽകുന്ന ബംഗാളിൽ പോലും BJP വിജയാഘോഷത്തിന്റെ ഭാഗമായി ഇറച്ചിക്കടകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് കഴിഞ്ഞ ദിവസം ലോകം കണ്ടതാണല്ലോ. കാവടി യാത്രികർ പോകുന്ന വഴികളിലെ ഭക്ഷണ വിൽപ്പനക്കാർ തങ്ങളുടെ പേര് പരസ്യമായി പ്രദർശിപ്പിക്കണമെന്ന വിചിത്ര നിയമം അടിച്ചേൽപ്പിക്കാൻ UPയിൽ നടന്ന ശ്രമങ്ങളെ ഏതാനും ചില പൗരാവകാശ മാധ്യമ പ്രവർത്തകരുടെ ജാഗ്രതയും നീതിപീഠത്തിന്റെ ഇടപെടലും കൊണ്ട് മാത്രമാണ് താൽക്കാലികമായി തടയാനായത്. മുസ്ലിങ്ങളെ മന്ത്രിസഭയിൽ നിന്നും സ്ഥാനാർത്ഥി പട്ടികകളിൽ നിന്നും ഒഴിവാക്കി ഭരണപങ്കാളിത്തം നിഷേധിച്ചും ചരിത്ര സത്യങ്ങളെ വക്രീകരിച്ചും സാമൂഹിക സാംസ്കാരിക ചിഹ്നങ്ങളെ തേച്ചു മായ്ച്ചും മുന്നോട്ടു പോകുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ മറ്റൊരു ആയുധമാണ് ഈ പട്ടികയും. മുൻഷി പ്രേംചന്ദും രത്തൻനാഥ് സർഷാറും മുതൽ ഗുൽസാർ വരെയുള്ള അനുഗ്രഹീത എഴുത്തുകാർ കൂടി ചേർന്ന് സമ്പന്നമാക്കിയ ഉറുദു ഭാഷയെ പോലും മുസ്ലിം മുദ്ര ചാർത്തി ചവിട്ടി പുറത്താക്കാൻ അത്യാവശ്യം പുലർത്തുന്നതും അതിന്റെ ഭാഗം തന്നെ. മുഗൾ സരായ് റെയിൽവേ സ്റ്റേഷന്റെ പേരിലെ മുഗൾ സഹിക്കാൻ കഴിയാതെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്ന് നാമകരണം ചെയ്തവരിൽ നിന്ന് മുഗളായ വിഭവങ്ങളുടെ കാര്യത്തിൽ സഹിഷ്ണുത പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. ഫ്രിഡ്ജിൽ പശുവിറച്ചി സൂക്ഷിച്ചു എന്നാരോപിച്ച് വർഗീയ ആൾക്കൂട്ടം ഒരു വയോധികനെ വീടുകയറി അടിച്ചുവന്ന നാടാണ് UP. ഏതൊരു നിമിഷവും അത്തരം ആൾക്കൂട്ട ഭീകരത ആവർത്തിക്കപ്പെടാനും ഇടയുള്ള ദേശം. കന്നുകാലി മാംസത്തിന്റെ പേരിൽ മനുഷ്യന്റെ മാംസത്തിൽ മണ്ണ് പറ്റിക്കുന്ന നാടിന്റെ ഔദ്യോഗിക ഭക്ഷണ പട്ടികയിൽ നിന്ന് തനത് മാംസ വിഭവങ്ങൾ ഒഴിവാക്കിയ UPക്ക് ഒരു സവിശേഷത കൂടിയുണ്ട് കേട്ടോ. രാജ്യത്ത് നിന്ന് ഏറ്റവും അധികം മാംസം കയറ്റി അയക്കുന്ന സംസ്ഥാനം. മാധ്യമം പോഡ്കാസ്റ്റ്.